മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. തുടർന്ന് ഡോക്ടർ സ്വീകരിക്കാനും മറ്റ് ചരിത്രകാരന്മാരും അങ്ങനെ ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരും ഈ വിഷയത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ വീട് പത്തനാപുരത്താണ്. ഞാൻ കൊല്ലത്ത് പോയിട്ടുള്ളപ്പോൾ പത്തനാപുരത്ത് പോയിട്ടുള്ളപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ഈ തെരേസ പള്ളി എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ കുടുംബം എല്ലാം പള്ളിയിലാണ്. അപ്പം അവരുടെ ഒരു കുടുംബ പള്ളിയിൽ ഒരു ശവസംസ്കാരം നടന്നപ്പോൾ ഇതാണ് തെരേസ പള്ളി എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ ഞാൻ അതൊക്കെ അന്വേഷിച്ചപ്പോൾ തെരേസ പള്ളി കടലിനകത്തായി പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ പട്ടയത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ നമ്മൾ ആദ്യം കൗതുകപൂർവ്വം അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഈ പള്ളി ഇപ്പോൾ എവിടെയാണ്. ഈ പള്ളിയും അതിൻ്റെ സംസ്കാരവും അതിൻ്റെ തട്ടകവും ഇപ്പോൾ കടലിൽ തന്നെ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ആ രീതിയിൽ പഠനം ഗവേഷണം പോലുള്ള ഗവേഷണം നടത്തുമ്പോൾ ഇതേപ്പറ്റി നമ്മൾ അന്വേഷണം നടത്തേണ്ടതാണ് ഞാൻ തോന്നുന്നു. സന്യാസൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ താമസിക്കുന്നതുകൊണ്ട് വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ഇവിടെ വെച്ചാണല്ലോ ഈ പട്ടയം തെരേസ പള്ളി പട്ടയം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഈ സെമിനാരിയിലാണ് അവസാനമായി ഉണ്ടായത്. അത് പാലക്കാട് മലകരക്കായി ഇരിക്കുമ്പോൾ ഈ പട്ടയങ്ങൾ പൂർണ്ണമായി ഈ സെമിനാരിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് റോയൽ കോടതി വിധി വന്നപ്പോൾ കോടതിയിൽ തോമസ് മാർ അത്തനാസിയസ് 4 പട്ടയങ്ങളാണ് തിരിച്ചുകൊണ്ട് കോടതിയിൽ കൊടുത്തത്. 2 കാണാനില്ലെന്ന് പറഞ്ഞു. ആ ചരിത്രം അവിടെ നിൽക്കുന്നുണ്ട്. ആ ചരിത്രം യാഥാർത്ഥ്യമാണ്. പിന്നീട് ഇവിടെ ഈ പറഞ്ഞ ഈ തെരേസ പള്ളി പട്ടയത്തെ പറ്റി ഗവേഷണം നടത്തിയ ഗോപിനാഥ റാവു ആണ് പിന്നീട് ടൈറ്റസ് തീത്തോസ് രണ്ടാമൻ മെത്രാപ്പൊലീത്തയുടെ അതിനെ പോയി 2 പട്ടയങ്ങൾ പോയി വാങ്ങി അത് പണിയുന്നു. അപ്പോൾ സത്യത്തിൽ സമയത്ത് ആ പട്ടയം നമ്മൾ തിരിച്ചറിഞ്ഞ് ഞാൻ പറയുകയില്ല. ഇത് നമ്മുടെ സൂര്യാഗ്രഹക്കാരുടെ ഒരു വൈദ്യുതത്തിന്റെ ഒരു സ്വത്താണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇരിക്കട്ടെ എന്ന് ഞാൻ സൗകര്യപൂർവ്വം ഞാൻ പറയുക. ഞാനിത് ഈ പട്ടയത്തെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ചരിത്രപരമായ ചില സംഗതികളും ഞാനിത് ഇതിന്റെ പുസ്തകം ഞാൻ കൂടുതൽ വായിച്ചു. കാരണം നമ്മുടെ സെക്രട്ടറി പുസ്തകം എനിക്ക് 2 ആഴ്ച മുമ്പ് ഞാൻ തന്നിരുന്നു. ഞാൻ വളരെ കൗതുകത്തോടെയും വളരെ ആത്മാർത്ഥതയോടും കൂടിയാണ് ഞാൻ വായിച്ചത്. നമുക്ക് ഈ പട്ടയത്തെ പറ്റി അറിയാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിനെ സമാഹരിച്ചിട്ടുണ്ട്. രാജഗോപാലിന്റെയും കേശവൻ വെളുത്താട്ടിന്റെയും നിരീക്ഷണങ്ങൾ, അവരുടെ നിരീക്ഷണങ്ങളിൽ ഈ പറയുന്ന ഇതിന്റെ ഈ പട്ടയം ആർക്കാണ് കൊടുത്തത്, ആ സമുദായത്തിനോ അല്ലെങ്കിൽ ആ സമുദായം ഉൾക്കൊള്ളുന്ന ജീവിത വ്യാപാരങ്ങൾ അടങ്ങിയ ആ ഒരു സമൂഹത്തിന്റെ സ്പന്ദനങ്ങളോ അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളോ ഇതിൽ അദ്ദേഹം ഇനിയും അടുത്ത ഇതിൽ തുടർ പഠനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ആ ആശയം കൂടി വന്നെങ്കിൽ മാത്രമേ പുസ്തകത്തിന്റെ ഒരു സമഗ്രത ഉണ്ടാവൂ എന്ന് പറയാൻ. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ പുസ്തകം തിരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകത, ഈ തെരേസ പള്ളി ശാസനം ഇതിന്റെ ഒരു ദേശത്തിന്റെ ചരിത്രത്തിൽ നിന്നും ഒരു ലോക വ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ ഒരു വലിയ ലോക കമ്പോള മാർഗത്തിന്റെയോ ചരിത്രത്തിലേക്ക് വഴിതുറക്കുന്ന ഒരു പഠനമായി ഇതിനെ നമുക്ക് കേൾക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ പുസ്തകം കയ്യിൽ കിട്ടുന്ന ആളുകൾ ഈ പട്ടയം എങ്ങനെയുണ്ടായി, ഈ പട്ടയം ആർക്ക് കൊടുത്തു, എന്തിനാണ് അവർ കൊടുത്തത്, ആ സമുദായത്തിന്റെ രാജ്യത്തിനുള്ള സംഭാവന എന്തൊക്കെയായിരുന്നു, ആ സമുദായം ഇവിടെ എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ പൈതൃകം ഉണ്ടായി എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു കാലം ഈ പുസ്തകം വായിക്കുന്നതിൽ നിന്നും ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ രേഖ 9-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. 9-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ രേഖ
ഈ പറയുന്ന രേഖ ആരുടെ കയ്യിലാണ് ഇരുന്നത്, ഇന്ന് എങ്ങോട്ട് പോയി എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് ഈ രേഖ അവരുടെ കയ്യിൽ എത്തിയത്. സക്രിയാസാറ് ഉദയകുലം കാലമേല ആ പുസ്തകം എഴുതുക ഞാൻ പലതവണ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൽ തന്നെ ഈ പറയുന്ന ഗോപിനാഥനാണോ പറയുന്നുണ്ട്. ഇതിനകത്ത് അങ്കമാലി പത്രാലിൽ നിന്നാണ് ഈ രേഖ പോർച്ചുഗീസുകാർക്ക് തമ്മിൽ വരുന്നത്. എങ്ങനെ അങ്കമാലി പത്രം രേഖ എങ്ങനെയാണ് വരുന്നത്? 16ാം നൂറ്റാണ്ടിൽ ഈ പോർച്ചുഗീസുകാർ കേരളത്തിൽ ഒരു രാജ്യ ചരിത്രം ഉണ്ടാവുകയാണ്, ഒരു ദേശ ചരിത്രം ഉണ്ടാവുകയാണ്. സുറിയാനിയുടെ ചരിത്രം മാത്രമല്ല, കേരള ചരിത്രത്തിന്റെ എഴുതപ്പെടാത്ത ഏടുകൾ ഈ പട്ടയത്തിന്റെ ഈ പറയുന്ന ഇതിന്റെ അടിയൊഴുക്കാണ്. 16ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഈ രേഖ പോർച്ചുഗീസുകാരിൽ വരുന്നത്? ഉദയപേരോസ് എന്നാണ് കൂടുതൽ 1599 ഉദയപേരോസ് കൂടി. അന്ന് ഈ പറയുന്ന അന്ന് ഉദയപേരോസ് കൂടുമ്പോൾ അന്ന് അങ്കമാലിയിൽ ഒരു പത്രാനുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു ഉണ്ടായിരുന്നത്? ജാതിക്ക് തലവനാണ് ഉണ്ടായിരുന്നത്. ഉദയപേരോസ് കഴിഞ്ഞ് മറ്റേ കുറിച്ച് പ്രഖ്യാപനം വന്നിട്ടാണ് 1-ാം മാർപ്പാപ്പ ഉണ്ടാകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ അങ്കമാലി ഈ പറയുന്ന രേഖ എങ്ങനെയാണ് അങ്കമാലി പത്രാനിലേക്ക് പോയത്? ഇതിപ്പോ ഞാൻ പറയുന്നതല്ല, ഇതിനെപ്പറ്റി ആദ്യം ഗവേഷണം നടത്തി ഗോപിനാഥറാവ് പറയുന്നതാണ്. എങ്ങനെയാണ് ഈ പുസ്തകം ഈ രേഖ അവിടെ വരുന്നത്? എങ്ങനെയാണ്? ഇത് വലിയ ചരിത്രമാണ്. കേരള ചരിത്രത്തിൽ രാഘവായാലോ രാജൻ കുരുക്കുളോ അല്ലെങ്കിൽ ശ്രീധരനായാലോ രേഖപ്പെടുത്താതെ പോയ ചരിത്രമുണ്ട്. ഈ പുസ്തകം നമ്മുടെ ഉത്പാദിപ്പിക്കും ഈ പുസ്തകം ഈ ദൈസാപ്പള്ളി പട്ടണത്തെ പറ്റിയുള്ള ഒരു ചരിത്രം ഇവിടെ എഴുതപ്പെടുമ്പോൾ രാഘവായാലും എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു അപേക്ഷ, ഈ വിട്ടുപോയ രണികൾ നിങ്ങൾ പൂരിപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അത് ഒരു അപേക്ഷയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ പട്ടയം ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെയും എന്റെ വായനയിൽ നിന്ന് ലഭിച്ച അറിവിൽ നിന്ന് പറയുന്നത് പോലെയും ഈ പട്ടയം പിന്നീട് പോലീസുകാരും ഡച്ചുകാരെത്തി കൊച്ചിയിൽ ഡച്ച് കൊട്ടാരത്തിലാണ് ഈ പറയുന്ന കൊച്ചി കൊട്ടാരത്തിലാണ് ഈ രേഖിക്കുന്നത്. സത്യത്തിൽ പോലീസുകാരിലേക്ക് ഇത് എത്തിച്ചേർന്നതുകൊണ്ട് ഈ രേഖ നമുക്ക് കിട്ടിയതുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് പോലീസുകാരെ. പക്ഷേ പോലീസുകാര് ഈ പറയുന്ന അന്നത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ തലവനായ ജാതി തലവന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ സർവ്വരേഖകളും ഉദയപുരപ്പോൾ സമാഹരിച്ചിട്ടുണ്ടെന്നൊരു വർത്തമാനം നമുക്കറിയാം. അന്നാണോ അത് സമാഹരിച്ച് അവിടെ എത്തിയത്, അതോ അതിന് മുമ്പാണോ എത്തിയത് ഒന്നും നമുക്കറിയില്ല. എല്ലാ രേഖകളും നമുക്ക് നശിച്ചു പോയി കാണില്ല. പക്ഷെ ഈ രേഖ നശിക്കാതെ പോയത് ഇത് പോലീസുകാരെ കൊണ്ടാണ്. പിന്നീട് ഈ രേഖ നമ്മൾ കാണുന്നത് ഡച്ചുകാരുടെ കയ്യിലാണ്. ഡച്ചുകാർ കൊച്ചി കോട്ട വിട്ടപ്പോൾ ഇത് സ്വാഭാവികമായി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. സത്യത്തിൽ ഈ ഒരു രേഖ നഷ്ടപ്പെടാതെ ഇരുന്നതിന് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ കേന്ദ്രമാരോടാണ്. കാര്യം എന്താണ്? നമ്മുടെ വിഷ്ണുവിന്റെ ശബ്ദത്തിലേക്ക് മോതിരമാണ് വിട്ടുകൊടുത്തല്ലോ. അപ്പം ആവശ്യം വന്നപ്പോൾ ഈ മോതിരം നഷ്ടപ്പെട്ടതുകൊണ്ട് ഭാര്യയാണെന്ന് തെളിയിക്കാനുള്ള യാതൊരു സൂചനകളുമില്ല. മോതിരം തപ്പിയപ്പോൾ മോതിരമില്ലാതെ വിഷയത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ. ഈ പറയുന്ന പോർച്ചുഗീസുകാർ പോയതിനു ശേഷം ഡച്ചുകാർ പോയതിനു ശേഷം ബ്രിട്ടീഷുകാർക്ക് അവർക്ക് ഒരു വാമൊഴി അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ ഒരു ബോധം അവർക്കുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുറിയാനി ക്രിസ്ത്യാനികൾ അവർക്ക് ഇവിടെ 72 പദവികളെ പറ്റി എനിക്കറിയില്ല. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും മലയാളം ഇപ്പം ഇതിനകത്ത് രാഘവായാലും കേശവപ്പെടുത്താട്ടും അതിന്റെ പൂർണ്ണമായിരിക്കില്ല. ഇതിന്റെ വലിയ മേന്മ എന്ന് പറയുന്നത് ഈ പറയുന്ന പട്ടയത്തിന്റെ ഈ പറയുന്ന പരിഭാഷയാണ്. ഭാഷാ പണ്ഡിതനാണ് അദ്ദേഹം. പഴയ ലിപികളും അതിന്റെ എല്ലാ കാര്യങ്ങളും ചരിത്രപരമായ രീതികളും അതിന്റെ ഭാഷാപരമായ രീതികളും പഠിച്ച ആളാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ മേന്മ ഇത് നമുക്ക് ഒരു ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സെമിനാരിയിൽ നമ്മൾ ഇത് ഒരു നോൺ ഡീറ്റെയിൽ ടെസ്റ്റായിട്ട് ഇത് പഠിക്കുന്നതാണ്. ഇതിനകത്ത് പല തരത്തിലുള്ള ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് സുറിയാനി ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഈ അവകാശത്തെ പറ്റി അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഈ പറയുന്ന മെക്കാളെ എന്തെങ്കിലും രേഖകളുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണ്
ബുക്കാരനും കൊടുത്തു. ബുക്കാരൻ അത് ഓർമ്മയില്ലാതിനെ അവർക്ക് രേഖകളെല്ലാം സൂക്ഷിക്കാൻ അതുകൊണ്ട് അതിനെ രേഖയെ സൂക്ഷിച്ചു. അതിന്റെ പട്ടയത്തിന്റെ ഒറിജിനൽ പട്ടയം കോട്ടയം കോളേജ് ഇവിടെ ഈ പഴയ സെമിനാരിയിൽ ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. അത് 1806 അത് ഈ പറയുന്ന ഇടക്കാളെ അദ്ദേഹം 1806 അവിടെ കൈമാറുന്നത്. 1806 കൈമാറുന്നത് ആർക്കാണ്? 6-ാം മാർത്തോമയ്ക്കാണ്. നമ്മൾ ചരിത്രമാകുമ്പോൾ ഞാൻ കേരള ചരിത്രം എവരെഴുതിയ കേരള ചരിത്രത്തിലൊന്നും ഞാൻ 6-ാം മാർത്തോമയുടെ പേര് ഞാൻ കണ്ടിട്ടില്ല. 6-ാം മാർത്തോമയുടെ സംഭാവനകൾ കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എണ്ണി പറയേണ്ടതാണ്. അത് അവരുടെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പൊതുചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്താൻ വിട്ടുപോകുന്നതുകൊണ്ട് സംഭവിക്കുന്ന സംഗതിയാണ്. 1806 6-ാം മാർത്തോമയ്ക്ക് കൊടുത്ത ഈ പട്ടയങ്ങൾ ഈ സെമിനാരിയിൽ സൂക്ഷിക്കപ്പെടുകയായിരുന്നു. അത് ഈ പറയുന്ന മാത്യൂസ് മാർ അത്താനാസിന്റെ കാലം വരെ ഞാൻ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞത് ഇത് തിരിച്ചിട്ടാൻ വേണ്ടിയൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഒരു പൈതൃക പഠനം മാത്രമല്ല, ഇത് കേരള ചരിത്രത്തിന്റെ എഴുതാത്ത എഴുതണം. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതാത്തത്? ചരിത്ര കാരണം ഇപ്പൊ ചരിത്രം വ്യാഖ്യാനിക്കുന്നവർ ഇത് കേരളത്തിന്റെ ചരിത്രം വ്യാഖ്യാനിക്കുമ്പോൾ ഈ പറയുന്ന ചില മേഖലകൾ എന്തുകൊണ്ടാണ് വിട്ടുപോകുന്നത്? എന്തുകൊണ്ടാണ്? പഠിക്കാത്തത് കൊണ്ടാണോ? ബോധപൂർവമാണോ? അല്ലെങ്കിൽ ഇതിന്റെ വസ്തുവകകൾ ഇല്ലാത്തത് കൊണ്ടാണോ? ഇപ്പോൾ രാഘവമാര്യ ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കേരള ചരിത്രത്തിൽ ഒരു പുതിയ രേഖ, ആധികാരികമായ രേഖ കൈവന്നിരിക്കുകയാണ്. ഞാൻ ഇതേപ്പറ്റി ഇനി പല ആളുകളോട് കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് വളരെ കൗതുകമായി തോന്നിയ ഒരു സംഗതി, ഈ പുസ്തകം ഈ കൊല്ലം പട്ടണത്തിൽ കച്ചവടം നടത്തിയ ഒരു ലാഭമായി പറഞ്ഞ ഒരു സംഗതി, ഇത് ഈ പട്ടയം ആർക്കാണ് കൊടുത്തത്? വിദേശികൾക്കാണോ? അല്ലെങ്കിൽ അവിടെ കുടിയേറി പാർന്നിരുന്ന ഈ പറയുന്ന പരമ്പരാഗത നസ്രാണികൾക്കും, ശ്രേയസങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നസ്രാണികൾക്കാണോ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കാണോ? ആർക്കാണ് കൊടുത്തത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ കണ്ടെത്തേണ്ടതും രേഖപ്പെടുത്തേണ്ടതുമായ ഒരു സംഗതി, കൊല്ലം പട്ടണത്തിൽ ഈ പറയുന്ന 9-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പേർഷ്യൻ ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പേർഷ്യൻ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് കേരളത്തിൽ സുറിയാനി ആരാധന ഭാഷ ഉണ്ടായ കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ കാലഘട്ടത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടുത്തെ ഈ പറയുന്ന തദ്ദേശീയ ക്രിസ്ത്യാനായിരുന്നു, അതോ മറുനാട്ടിൽ നിന്ന് വന്നവരാണോ? ഇവർക്ക് ഇവിടെ മലയാളത്തിൽ ആരാധിക്കാൻ ഒരു ഭാഷയില്ലാത്തത് കൊണ്ട് ഇവർ പേർഷ്യൻ ബന്ധത്തിൽ മലയാളത്തിലേക്ക് കേരളത്തിലേക്ക് വന്ന ഒരു ഭാഷയിൽ ആരാധിച്ചത് കൊണ്ട് ഇവർ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നമുക്കറിയാം. പക്ഷേ ഈ സുറിയാനി ഭാഷയിൽ ആരാധിക്കാനും ഒരു സമൂഹത്തെ ഇവിടെ രൂപപ്പെടുത്തുന്നതിനും ഇവിടെ അതിന് മുഖ്യ കാരണമായത് എന്താണ്? വാണിജ്യബന്ധങ്ങൾ തന്നെയാണ്. കൊല്ലം പട്ടണത്തിലുള്ള വാണിജ്യബന്ധം ആരുമായിട്ടാണ് ഈ പുസ്തകത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഒരു ദേശത്തിന്റെ ചരിത്രം ഒരു ലോക വ്യവസ്ഥയുടെയും ഒരു കപ്പൽ പാതയുടെയും ഒരു കടൽപാതയുടെയും ചരിത്രമായി മാത്രം കഥ പറയുന്നുണ്ട്. ഇവിടെ പേർഷ്യൻ ബന്ധം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ആരാധന ബന്ധങ്ങൾ, ഈ പറയുന്ന നമ്മുടെ സംസ്കാരം, നമ്മുടെ ഈ പറയുന്ന ആരാധന പാരമ്പര്യം, ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന പാശ്ചാത്യ സുറിയാനികളോട് പാശ്ചാത്യ സംസ്കാരത്തോടല്ല നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. പൗരസ്ത്യ പേർഷ്യൻ സഭകളോടാണ്. അപ്പൊ അങ്ങനെ ഒരു ഉൾക്കാഴ്ച ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്കുള്ള അഭിപ്രായം, രാഘവഭാര്യ മാഷ് അദ്ദേഹത്തെ സഹായിക്കാൻ കുര്യനോസോടുണ്ട്. തീർച്ചയായും സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനാ പാരമ്പര്യത്തെ പറ്റി അന്ന് പഠിക്കണം. ആരാധനാ പാരമ്പര്യത്തിൽ ഈ പറയുന്ന ചെപ്പുകളിന്റെ പ്രാധാന്യത്തെ പറ്റി പഠിക്കണം. അത്
കുഞ്ഞപ്പുഴയുടെ കേരള ചരിത്രത്തിലെ അടിസ്ഥാന പുസ്തകത്തിനകത്ത് കൊല്ലമാണ് വേണാട് രാജവംശത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊല്ലം നമ്മെ സംബന്ധിച്ച്, നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച് ഈ പറയുന്ന വലിയ പരിപ്രേക്ഷ്യമുള്ള ഒരു പട്ടണമാണ്. ഈ പുസ്തകം നമുക്ക് തരുന്ന ഒരാശയം, ഒരു ആവാസ വ്യവസ്ഥയുടെയും ജീവിത വ്യവസ്ഥയുടെയും ചരിത്രം മാത്രമല്ല, ഒരു വിസ്മരിക്കപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം കൂടിയാണ്. അതുകൊണ്ട് വിട്ടുപോയ കണ്ണുകൾ പൂരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പഠനങ്ങൾ, ഈ ചരിത്രപ്പള്ളി ശാസ്ത്രത്തിന്റെ പിന്നിലുള്ള പഠനങ്ങൾ പൂർണ്ണമാക്കി അവതരിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു. ഈ സെമിനാറിന്റെ മോഡറേറ്റർ ആയിരിക്കുന്ന ബഹുമാനായ സ്കറിയാസ് സാറും ഇന്നത്തെ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ച രാഘവൻ വാര്യർ മാഷും ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ സമാരാധകരെ, ആദ്യമായി പഴയ സെമിനാരിയുടെ 200-ാം വർഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇപ്രകാരം ഒരവസരം ഈ പഴയ സെമിനാരി കുടുംബത്തിന് ലഭ്യമായ ദൈവ നടത്തിപ്പിന് മുമ്പിൽ തലനമിക്കുന്നു. ഇത് പഴയ സെമിനാരി ഓർഗനൈസ് ചെയ്ത ഒരു സെമിനാർ അല്ല. മലയാള ഭാഷയുടെ എല്ലാ രീതിയിലുള്ള വികസനത്തിന് സമീപകാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ ഒരു ഉള്ളിൽ തോന്നിയതായ ഒരാവശ്യം പണ്ഡിതനായ M.R. രാഘവ വാര്യറിന്റെയും പണ്ഡിതനായ സ്കറിയാസ് സാറിന്റെയും ഒക്കെ സാന്നിധ്യം കൊണ്ടുവന്ന് ഇപ്രകാരം ഇത് സമ്മേളിച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ദൈവ നിയോഗമുണ്ട്. അതിന് പാത്രങ്ങളായ, ഉപകരണങ്ങളായ ഇതിന്റെ മുഖ്യ സംഘാടകരായ സാഹിത്യ പ്രവർത്തക സംഘത്തോട്, പ്രത്യേകമായിട്ട് അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രൊഫസർ സുജാ സൂസൻ ജോർജിനോട്, അതിന്റെ സെക്രട്ടറി അജിത് കെ ശ്രീധരനോട് ഒക്കെ ഞങ്ങളുടെ ഒത്തിരി തീർത്താൽ തീരാത്ത ഒരു നന്ദി അറിയിച്ചു കൊള്ളട്ടെ. അത് ഒന്ന് കൈയടിച്ച് തന്നെ ഇപ്രകാരം ഒരു സെമിനാർ പഴയ സെമിനാരുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്നു എങ്കിൽ അതിന് മറ്റൊരു ചിത്രമായി പോയിരുന്നു. അത് ഒരു സമൂഹം അവരുടെ ചില അവകാശങ്ങൾ ഒരു നഷ്ടബോധത്തോടുകൂടി ഒന്ന് ആവിഷ്കരിക്കാനായിട്ട് എങ്ങനെയോ ശ്രമിക്കുന്നു എന്ന് വന്നുപോയിരുന്നു. 1% പോലും അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകാതെ ഈ 200-ാം വർഷം ഇവിടെ ഇത് സംഭവിക്കുവാനായിട്ട് ഇടയായതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളുടെ ആ ഒരു വലിയ മനസ്സിനെ ഒത്തിരി ആദരവോടുകൂടി കാണുന്നു. അതിനുകൂടെ സഹകരിച്ച ഇവിടെ സന്നിഹിതരായി പ്രവർത്തിച്ച ശ്രീമാൻ എ.കെ. ജോസഫ് അവരോട്, ബഹുമാനപ്പെട്ട പോൾ മണയിൽ സാറിനോട്, ബഹുമാനപ്പെട്ട നമ്മുടെ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത സെക്രട്ടറി സണ്ണി ജോർജ് അച്ഛനോട് ഒക്കെ കൂടുതൽ നന്ദി ഉണ്ട്. ഞാൻ ഇത്രയും ഒന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സമയം അധികം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്റെ സമൂഹത്തോട്, എന്റെ കുടുംബത്തോട് ഒരു വാക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടേ മതിയാവും. ഇത് നിങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ അസ്തിത്വത്തിന്റെ ഒരു വലിയ അടിസ്ഥാന ശിലയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഓരോ വാക്കിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. രാഘവ വാര്യർ സാറ് തന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഇത് ഒരു ജനസമൂഹത്തിന്റെ ലോക വ്യവസ്ഥിതിയുടെ സംസ്കാര പരിണാമത്തിന്റെ അവരുടെ ജീവിത വ്യതിയാനങ്ങളുടെ ഏറ്റവും പഴയ ലഭ്യമായിരിക്കുന്ന രേഖ ഇത് മാത്രമാണെന്നാണ്. അതിന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് എന്റെ സ്നേഹിതൻ പോൾ മണയിൽ ഇവിടെ അടിവരയിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കേരള ചരിത്രത്തില് ഈ പട്ടയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പിന്നിലെ സമൂഹം, അത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ആ സമൂഹങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള
ഒരു ചരിത്ര നിർമ്മിതി നമുക്ക് ഇനിയും ആവശ്യമായിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ചരിത്രം ഉണ്ട്. ആ വലിയ ഗുരുവിനെ ഞാൻ ആദരിച്ചുകൊണ്ട്, പക്ഷേ ശ്രീനാരായണ ഗുരുവിന് മുമ്പ് ഈ പഴയ സെമിനാരിയിൽ സ്ഥാപിച്ചുകൊണ്ട് മലങ്കര മെത്രാപ്പോലിത്തയായിട്ട് കേരള സംസ്കാര നവോത്ഥാനത്തിന് വേണ്ടി അക്ഷരങ്ങളുടെ ആചാര്യനായിട്ട്, അച്ചടിയുടെ ആചാര്യനായിട്ട്, പുസ്തകം ഇറക്കുന്നതിന്റെ ആചാര്യനായിട്ട്, പത്രപ്രവർത്തനത്തിന്റെ ആചാര്യനായിട്ട്, വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സംഘാടകനായിട്ട് പ്രവർത്തിച്ച ഒരു പുലിക്കോട്ടിൽ ജോസഫ് മാർ തിരുവന്നാസിയോസ് രണ്ടാമനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കേരള സംസ്കാര നവോത്ഥാന ചരിത്രത്തില് ഇന്നുവരെയും കാര്യമായ ഒരു പങ്കാളിത്തം ചരിത്ര ലേഖകന്മാരുടെ വീക്ഷണത്തിൽ ഉണ്ടാകാതെ പോയതിന് പരാതി പറയുകയല്ല. ഓൾമണൽ പറഞ്ഞതുപോലെ, സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വിശാലമായ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് എഴുതുവാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിനൊക്കെ സ്ഥാനം വന്നുകൊള്ളു. സാറിനെ പോലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സംഭവിച്ചുകൊള്ളും. ആ കൂട്ടത്തിൽ സൂസൻ പ്രൊഫസർ പറഞ്ഞതുപോലെ ഒരു അടഞ്ഞ രീതിയിലുള്ള സാമ്പത്തിക വ്യവസ്ഥിതിയിൽ നിന്ന് സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സാമൂഹ്യ ദർശനം ഉറങ്ങിക്കിടക്കുന്ന ഒരു രേഖയായിട്ടും ഇതിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പയ്യെ വരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. എക്കാലവും ആർക്കും ഒരു രേഖയും ഒരു കെട്ടിടവും തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ടും അത് തിരിച്ചു വന്നു എന്നുള്ളത് കേണൽ മക്കാളയിൽ കൂടെ പ്രവർത്തിച്ച ദൈവത്തിന് നമുക്ക് സ്തുതി പറയാം. അദ്ദേഹത്തോട് നമ്മുടെ സമൂഹം ഒത്തിരി നന്ദി പറയണം. അല്ലെങ്കിൽ അത് പോകേണ്ട വഴികൾ അതിന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലോ ഇറ്റലിയിലോ എവിടെയെങ്കിലും പോയി കിടക്കുമായിരുന്നു. അതും കിടക്കാതെ ചിലപ്പം എവിടെയെങ്കിലും മണ്ണിനടിയിൽ പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാക്കാതെ പിന്നെ നമ്മുടെ സമൂഹത്തില് അല്പം പണത്തിന് വേണ്ടി എന്തും വിൽക്കുന്ന ഒരു ചിന്താഗതി, കച്ചവട സമൂഹമാണല്ലോ ക്രിസ്ത്യാനികള് പണ്ട് തൊട്ടേ. അവർക്ക് ലാഭമാണ് തൽക്കാല നേട്ടത്തിന് വേണ്ടി. ആ നേട്ടത്തിന് വേണ്ടി ഇത് ചിലപ്പോൾ കൊടുത്തു നഷ്ടപ്പെട്ടു വന്നേക്കാം. പക്ഷെ അതൊന്നും നഷ്ടപ്പെടാതെ കിട്ടിയാൽ നമുക്കുണ്ട് എന്ന് പറയുവാനൊക്കെ വേണം. കോട്ടയത്തും തിരുവല്ലായിലും ഉണ്ട് എന്ന് പറയുവാനൊക്കെ വേണം. അതൊരു വലിയ ചരിത്ര സംഭവമായിട്ട് നിൽക്കുന്നു എന്നുള്ളതില് നമ്മുടെയൊക്കെ സ്ഥിരകളില് രക്തമഭിമാനം കൊണ്ട് തിളയ്ക്കേണ്ടതായ നിമിഷമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തിരുവല്ലായിലാണെങ്കിലും അത് വേറെയും പോകാതെ സൂക്ഷിച്ചല്ലോ, സന്തോഷം. കോട്ടയത്തും അത് അങ്ങനെ തന്നെ ഇരുന്നല്ലോ. പിന്നെ ഒരൊറ്റ സങ്കടമേ ഉള്ളൂ. ഇതിന്റെ ആരംഭഘട്ടത്ത് നന്ദി പറയുന്ന കൂട്ടത്തില് കോട്ടയത്തെയും തിരുവല്ലായെയും ബിഷപ്പ് തിരുമേനിമാരോട് ഇതൊന്ന് കാണിച്ചു തന്നതിൽ നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ഈ ബിഷപ്പ് തിരുമേനിമാരുടെ പൈതൃകം വേണ്ട രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അവരായിരുന്നു എന്ന് കൂടുതൽ വ്യക്തമാക്കി ഈ പുസ്തകത്തില് ഒന്ന് രേഖപ്പെടുത്താമായിരുന്നു എന്ന് മാത്രം. മലങ്കരയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ കണ്ടത് അവരുടെ കാലിൽ പതിഞ്ഞൊരു പദമാണ് തരീസ. ആ തരീസ എന്നുള്ള പദത്തിന് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഒരു അല്പം ദുഃഖം വരുത്തുന്നു. ഡോക്ടർ വുഡിന്റെ അഭിപ്രായം അനുസരിച്ച് തർസക്ക എന്ന് പറയുന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് തരീസ ഉണ്ടായത് എന്ന് മാത്രം പറയുന്നു. എന്നാൽ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേർഷ്യൻ സുറിയാനി അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി, അവിടെ പാവാതിരുമേനി സൂചിപ്പിച്ചതുപോലെ തരീസ, ത്രീസോ, ത്രീസായി, അത് ഇവിടെ പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദമാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ സഭയെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ത്രീസായി ശുഭഹോ സഭ എന്നാണ്. അതിനെ ഇംഗ്ലീഷിലാക്കുമ്പോഴാണ് ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. ത്രീസായി എന്ന് പറഞ്ഞാൽ നേരെ, ശുഭഹോ ആരാധന, നേരെ ചൊവ്വേ ആരാധന, സ്തുതി ചൊവ്വാകപ്പെട്ടതെന്നുള്ള പദമാണ് പണ്ട് ഓർത്തഡോക്സ് എന്നുള്ളതിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ സഭാ പൈതൃകത്തിനെ ത്രീസായി എന്ന തരീസ പട്ടം എന്ന് പറയുമ്പോൾ അത് ഈ സമൂഹത്തിന്റെ കുറ്റമറ്റതായ നേരായ രീതിയിലുള്ള ആ ഒരു വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും സാക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം.
അധികമൊന്നും മെനക്കെടുണ്ടായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം, ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ, ഇങ്ങനെ ഒരു പുസ്തകം ഇന്നെങ്കിലും ഉണ്ടായതിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. പക്ഷേ അത് ഫൈനലായിട്ട് നടക്കുന്നതിന് മുൻപ് ഈ സമൂഹവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട 1-2 പേരെ കൂടെ ഒന്ന് ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് കാണിച്ചിരുന്നുവെങ്കിൽ ഈ തരീസായിരിക്കും 5 വണ്ണത്തിനും മണിഗ്രാമത്തിനും ഒക്കെ കുറച്ചുകൂടി സാധ്യതയുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് തന്നെ ചേർക്കാമായിരുന്നു. 5 വണ്ണം എന്നുള്ളതിനെ പണ്ടുണ്ടായിരുന്ന പുറത്തു നിന്ന് വന്ന വർത്തക സമൂഹങ്ങളാണ് എന്ന് ഇതിനകത്ത് പറയുന്നു. മണിഗ്രാമം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളുടെ ഒരു വർത്തക സമൂഹത്തിലെ ആ ഒരു അക്സെപ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇവിടെ ക്രിസ്ത്യാനികള് എന്ന് പറയുന്ന ഗ്രൂപ്പ് പറഞ്ഞതുപോലെ നസ്രാണി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് നസ്രാണി എന്നായിരുന്നു. എന്തുകൊണ്ടാ? സുറാനി മാപ്പിളമാരല്ല. അതെ, സുറാനി മാപ്പിളമാര് യഹൂദ മാപ്പിളമാരാണ്, യഹൂദ കച്ചവടക്കാർ. നസ് എന്ന് പറയുന്ന അറബി ഭാഷയിൽ ക്രൈസ്തവനെ സൂചിപ്പിക്കുന്നതാണ്. നസ്രാണികൾ, അതാണ് നസ്രാണി എന്ന് പറയുന്നത്. ഈ നസ്രാണികൾക്ക് ഇവിടെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന മണിഗ്രാമ പട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്ന സ്വയം അവർക്ക് തന്നെ ഭരിക്കുവാനും അവർക്ക് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള ഒരു സംവിധാനം. അതുപോലെ തന്നെ ഒരു സംവിധാനം ഇവിടുത്തെ യഹൂദന്മാർക്കും കിട്ടിയിരുന്നു. അവർക്ക് അതിന്റെ പച്ചപ്പേടുണ്ട്. അവർക്കും 5 വണ്ണം ഉണ്ടായിരുന്നു. ഈ 5 വണ്ണത്തെ സംബന്ധിച്ചും ഈ മണിഗ്രാമ പട്ടണത്തെ സംബന്ധിച്ചും ഈ ഗ്രന്ഥം, ഞാൻ വിമർശനമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അത് നമുക്കിതിനെ ഏറ്റവും ബെറ്ററാക്കാൻ വേണ്ടിയാണ്. ഇതിനു മുമ്പ് നടന്ന പഠനങ്ങളുടെ കൂട്ടത്തില് ഈ ഒരു പഠനവും കൂടെ ഒന്ന് ചേർക്കാമായിരുന്നു. ഡാനിയേലിന്റെ ഡിസർട്ടേഷൻസ് ഓഫ് ദ കോപ്പർ പ്ലേറ്റ്സ് ഇൻ പൊസഷൻ ഓഫ് ദി സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്നുള്ള ടൈറ്റിൽ 1925 ഇറങ്ങിയ പുസ്തകമാണ്. അത് ലേഖനങ്ങളായിട്ട് ഇന്ത്യൻ ആന്റിക്വറിയിൽ നേരത്തെ തന്നെ പ്രസിദ്ധപ്പെടുത്തിയതാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന 5 വണ്ണത്തെ സംബന്ധിച്ചും മണിഗ്രാമത്തെ സംബന്ധിച്ചുമുള്ള വ്യാഖ്യാനങ്ങള് കൂടെ ഇതിനകത്ത് വന്നിരുന്നുവെങ്കിൽ ഇതിനൊരു ഫുൾനെസ് ഉണ്ടാക്കാമായിരുന്നു. എങ്കിലും ഇതൊരു വലിയ ചരിത്ര സംഭാവനയാണ്. രാഘവ വാര്യർ സാറും കേശവൻ വെളുത്തിട്ട് സാറും കൂടി ഈ കണ്ടെത്തിയതായ ഒരു കാര്യം, അതായത് ഇത് തുടർച്ചയുള്ള ഒരു രേഖയാണ് എന്ന് പറയുന്ന കണ്ടെത്തൽ, അത് നിശ്ചയമായിട്ടും ഗൗരവതരമായ അംഗീകാരത്തിന് അർഹതയുള്ളതാണ്. അതിന് ലിപിക്കും എഴുത്തിനും വ്യത്യാസങ്ങൾ 2 ഗ്രൂപ്പുകളിലുണ്ട് എങ്കിലും സാറൊക്കെ സമർത്ഥിച്ചതുപോലെ ഒരേ വസ്തുതയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒപ്പേട് എന്ന് പറയുന്ന ഭാഗമാണ്. 3 ഭാഷകളിലുള്ള ഒപ്പുകൾ ഇതിനവസാനം ഇതിന്റെ സാക്ഷികളായിട്ട് ചേർത്തിരിക്കുന്നു. ഒന്ന് എബ്രായ ഭാഷയിൽ, മറ്റൊന്ന് അറബി ഭാഷയിൽ, മറ്റൊന്ന് പേർഷ്യൻ ഭാഷയിൽ. ഇത് 3 വ്യത്യസ്ത വിദേശ സമൂഹങ്ങളാണ് എന്നുള്ള ചിന്തയ്ക്ക് പകരം ഇത് 3 ഇവിടുത്തെ നസ്രാണികളുടെ 3 ഗ്രൂപ്പുകളായിരുന്നു എന്ന്. കാരണം അറബി കച്ചവടക്കാർ ഒരിക്കലും ഇവിടെയുള്ള ഒരു ക്രിസ്ത്യാനിക്ക് പള്ളി ഉണ്ടാക്കി അവരുടെ സമൂഹത്തിന് സ്വയംഭരണ വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ട് ഒപ്പിട്ട് കൊടുക്കാൻ സാധ്യത കുറവാണ്. കാരണം അന്ന് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അറബി ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ അറബി ഇന്നും സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഇന്ന് മധ്യപൂർവ്വ ദേശത്തുള്ളവരില് ഭൂരിപക്ഷവും അറബി ക്രിസ്ത്യാനികളാണ്. അവര് പള്ളിയിൽ പോകുമ്പോൾ സുറിയാനി വിളിക്കുന്നില്ലോ, അവരുടെ ഭാഷ മുഴുവൻ അറബിയ. ആ കച്ചവടക്കാര് ക്രിസ്ത്യാനികളോടെ ഉണ്ടായിരുന്നു. ഒന്ന് പേർഷ്യൻ ക്രിസ്ത്യാനികള്, നായിത്തോമായുടെ ആ ഒരു പിന്മുറക്കാർ മുഴുവനും പേർഷ്യൻ ക്രിസ്ത്യാനികളാണ്. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷയായിരുന്നു പാലവി ഭാഷ ഉണ്ടായിരുന്ന. ആ ഭാഷയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇവിടെ യൂത ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. മാർത്തോമാശ്ലീഹാവെന്ന് ആദ്യം പ്രസംഗിച്ചത് യഹൂദന്മാരോടാ, ഇവിടെ ഉണ്ടായിരുന്ന സെറ്റിൽ ചെയ്ത യഹൂദന്മാരോടാ. അവരിൽ നിന്ന് ആദ്യത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായത്. അവരുടെ നല്ല തലമുറ പിൻഗാമികളായിട്ടുണ്ടായിരുന്നു. ഈ യഹൂദ ക്രിസ്ത്യാനികൾക്ക് അന്നും ഹീബ്രു ഭാഷ പരിചിതമായിരുന്നു, അവരുപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എബ്രായ ഭാഷയും പാലവി ഭാഷയും അറബി ഭാഷയും എന്ന് പറയുന്നത് 3 വ്യത്യസ്ത വിദേശ സമൂഹങ്ങളുടെ ആയിരിക്കണമെന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങള് അവര് കൂടെ നിന്ന്
സമ്മേളനം നടത്തുന്നത് നന്നായിരിക്കും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഇതൊക്കെയും സംഗതിയാക്കിയ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഇതിന്റെ മുഖാന്തിരമായ സാഹിത്യ പ്രവർത്തന സംഘത്തോട് ഈ പഴയ സെമിനാരിയുടെ നാലുകെട്ടൊന്ന് കണ്ടിട്ടേ പോകാവൂ. ഈ ചെപ്പേട് വെച്ചിരുന്ന ബെസ്റ്റ് ആസം എന്ന് പറയുന്ന മുറി ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ മുറി ഇന്ന് ഞങ്ങളുടെ തൽക്കാലം ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം, ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്ന ചില റബ്ബർ ഷീറ്റാണ്. അത് വെക്കാൻ വേണ്ടി ഇപ്പൊ ഉപയോഗിക്കുന്നു. പണ്ട് അത് ഇരുന്ന് അവിടെയായിരുന്നു. 1815 ഇത് സ്ഥാപിച്ചത്. അതിനു മുമ്പ് 1806 മെക്കാളയിൽ ഏൽപ്പിച്ചത് ഇവിടെ താമസിക്കാത്ത മലങ്കര മെത്രാപ്പോലീത്തായിക്ക്. ആ മലങ്കര മെത്രാപ്പോലീത്താമാരുടെ കൈവശം നൂറ്റാണ്ടുകളായിട്ടിരുന്നു എന്ന് പറയുന്നത് തന്നെ അത് മതി. ഈ നാടിന് മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിന് എന്തെങ്കിലും ഒരു പങ്കാളിത്തമോ സംഭാവനയോ ഉണ്ടെന്ന് പറയാൻ MGS നാരായണൻ ഈ ഒരു കാര്യം കൂടെ സംബന്ധിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ പഠനത്തില് എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നസ്രാണികളുടെ കാര്യമെല്ലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹം എവിടെയോ മാർത്തോമാ ശ്ലീഹ മാത്രമേ ഇവിടെ വന്നു എന്നുള്ളതിന് കാര്യമായ തെളിവില്ല എന്ന് പറയുന്നു. മക്കൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൻ ഉണ്ടായിരുന്നത്. ഞാൻ വിവാദ വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരു പ്രതിഷേധമുണ്ട്, ഒരു പരാതിയുണ്ട്, ഒരു കോംപ്ലിമെന്റ് ഉണ്ട്. മറ്റു പല വിഷയങ്ങളിൽ പറയാറുണ്ട്. ഞാൻ പുസ്തകം വായിച്ചതാണ്. ആദ്യമായിട്ട് ഈ സാറിന്റെ ഗവേഷണം രണ്ട് സെറ്റ് ചെപ്പേടുകളായിരുന്നു എന്നുള്ളത് കൂട്ടിപ്പിടിച്ച ഗുരുവാരൻ എന്ന വാക്ക് പിന്നീട് വരുന്ന നൂറ്റാണ്ടുകളിൽ നസ്രാണികളുടെ വായ്മൊഴി പഠനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നസ്രാണികളുടെ ഡിപ്പെൻഡിങ് ജാതികളായിട്ട് 17-18 നൂറ്റാണ്ടുകളിൽ ഉപയോഗത്തിൽ ഇരുന്നെന്ന് ഉറപ്പുള്ള 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ പാണൻ പാട്ടുകളിൽ ഈ 17 ജാതികളൊന്നും ഒരുപാടുണ്ട്. ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം കേരള ചരിത്രത്തിൽ വേണ്ടാത്ത ഒരു എലമെന്റാണ് നസ്രാണികൾ എന്ന ഒരു വിദ്യാധാരണയോടുകൂടി 20-ാം നൂറ്റാണ്ടിൽ ചരിത്രം എഴുതുന്നത് ആവശ്യമില്ലായിരുന്നു. ആ ചരിത്ര ധാരണ തന്നെയാണ് ഇന്നും പൊതുവെ പോകുന്നത്. ഇതാണ് എനിക്കിതൊരു കോംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. രണ്ടാമത്, സാറിന്റെ ഈ പുസ്തകത്തിലെ പഠനത്തിൽ ഇതിലെ മറ്റ് ഞാൻ എനിക്ക് വിശദമായ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ കൊല്ലത്ത് നിന്ന് പുറത്തേക്ക് അറബിക്കടലിലേക്ക് നോക്കുന്ന ആ ഒരു കോണിനെ കുറിച്ച് മാത്രമാണ് ഇതിനകത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. ഇത് തിരിച്ചൊരു കോണം. ഈ ഇവിടുന്ന് കയറ്റി അയക്കുന്ന സാധനം എല്ലാം കൊല്ലത്തുണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ ഇവിടെ ട്രേഡ് ചെയ്യുന്ന എല്ലാ സാധനവും കൊല്ലത്തുണ്ടാകുന്നതല്ല. റെസിപ്രോക്കൽ ട്രേഡായിട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ കൊല്ലത്തല്ല. അവിടുന്ന് ചില ട്രേഡ് റൂട്ടുകൾ ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ മഹാദേവപുരത്തും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കൊല്ലത്ത് നിന്നുണ്ടാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് ഉള്ള പഴയ പള്ളികളുടെ ലൈനേജ് നോക്കിയാൽ മതി. കുണ്ടറ, കല്ലട, കൊട്ടാരക്കര, പിന്നെ ആ പാത മുമ്പോട്ട് ഈ കല്ലടയാറിന് സമാന്തരമായിട്ട് പോയി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടേക്ക് പള്ളികളുടെ ലക്ഷണങ്ങൾ കാണുന്നില്ല. പക്ഷെ അവിടെ ആരെങ്കിലും അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതൊക്കെ ഒരു ട്രേഡ് റൂട്ടുകളുടെ ഇതാണ്. ഈ മഹോദയപുരത്തുനിന്ന് അങ്ങനെ പല റൂട്ടുകളുണ്ട്. രണ്ടാമതൊരു കാര്യം, 1900-കളുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ 1880 സെറ്റിൽമെന്റ് രജിസ്റ്റർ വരുന്നത് വരെ കേരളത്തിൽ എവിടെ നസ്രാണി ഉണ്ടെങ്കിലും അവർ ഒന്നുകിൽ മഹോദയപുരം ആധാരങ്ങളിൽ കാണിക്കുന്നത് ഒന്നുകിൽ മഹോദയപുരത്ത് കുടിയിരിക്കുന്ന നസ്രാണികൾ അല്ലെങ്കിൽ കൊരക്കേണി കൊല്ലത്ത് കുടിയിരിക്കുന്ന നസ്രാണിയാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള ലാപ്പാലം എന്ന് പറയുന്ന സ്ഥലമാണ്. ലാപ്പാലത്തിന് തെക്ക് മഹോദയപുരത്ത് കുടിയിരിക്കുന്ന നസ്രാണി എന്നുള്ള പേരിൽ ഒരു ഡോക്യുമെന്റ് ഇതുവരെ കണ്ടിട്ടില്ല. ലാപ്പാലത്തിന് വടക്ക് കൊരക്കേണി കൊല്ലത്തിന് കുടിയിരിക്കുന്ന നസ്രാണി എന്നുള്ള ഡോക്യുമെന്റ് കണ്ടിട്ടില്ല. മാറി താമസിക്കുന്നുണ്ടായിരിക്കും. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ തെരീസാ പള്ളി ചെപ്പേടിന് പട്ടത്തെ കുറിച്ചുള്ള പഠനത്തിന് പൂർത്തിയാവുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രത്യേക ജോഗ്രാഫിക്കൽ ഏരിയയിൽ കൊടുത്ത മഹോദയപുരത്തും കൊരക്കേണി കൊല്ലത്തും കൊടുത്ത അവകാശങ്ങൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റു പുതിയ ട്രേഡ് സെന്ററുകളിലേക്ക് മാറ്റി ആ പ്രിവിലേജിനെ കയ്യിൽ ഇതുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ തലച്ചേപ്പള്ളിയുടെ ഡയമെൻഷൻ പൂർണ്ണമാവുള്ളൂ. ഇനി സാറിനോടുള്ള
പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. സാറിനോട് പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. സാറിന്റെ പുസ്തകത്തിലെ ഫുട്നോട്ടില് സാറ് പറയുന്നു, ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എണ്ണ, വിളക്ക്, തേവ് ഇതൊക്കെ ക്രൈസ്തവമല്ലെങ്കിലും ഒരു സാംസ്കാരിക സംശ്ലേഷണത്തിന്റെ ഭാഗമായി വരുന്നതിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കുകയായിരുന്നു. ഇത് ക്രൈസ്തവമല്ലെന്ന് സാറിനോടാണ് പറഞ്ഞത്. സാറ് പറയുന്നത് ഇത് ക്രൈസ്തവമല്ല, യൂറോപ്പിലെ ഹെലനിക് അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ ക്രിസ്ത്യാനിറ്റിയുടെ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഇത് ക്രൈസ്തവമല്ല, ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതല്ലാത്തൊരു ക്രൈസ്തവീയത അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു, ഏഷ്യയിൽ ഉണ്ടായിരുന്നു, ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു, എത്യോപ്യക്കാർക്കുണ്ട്, കേരളത്തിൽ നസ്രാണികൾക്കുണ്ട്, പേർഷ്യയിലെ സഭയുടെ ഏകദേശം വളരെ ലിമിറ്റഡ് ആയി പോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാദേശികമായ സംസ്കൃതിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന പവിത്രതാ സങ്കല്പം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് സേക്രഡ്നെസ്സിന് എന്തൊക്കെ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉണ്ടോ അതെല്ലാം ആ ക്രൈസ്തവയുടെ ഭാഗം തന്നെയാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന രാജ്യങ്ങളുടെ മാത്രമാണ്, അല്ലാതെ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത ഒരു വേ ഓഫ് ലൈഫ് അല്ല, ഇവിടെ ഉണ്ടായ ഒരു വേ ഓഫ് ലൈഫാണ്. അതുകൊണ്ട് ഇത് വിളക്ക്, എണ്ണ ഇതൊന്നും ക്രൈസ്തവമല്ല എന്ന് ദയവ് ചെയ്ത് സാധനം ഉപയോഗിക്കരുത്. രണ്ടാമത്തെ കാര്യം, ദേവൻ എന്ന വാക്കിന്റെ പുതിയ വാക്കാണ് ദേവ എന്നുള്ളത്. ഇവര് മിക്കവാറും എല്ലാ ദിവസവും ചൊല്ലുന്ന നമസ്കാരത്തിൽ ദേവ എന്ന വാക്ക് 50 പ്രാവശ്യമെങ്കിലും വരും. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ച് പോയിട്ട് അത് ക്രിസ്ത്യാനികൾ അല്ലാതെ അതൊക്കെ പറയുന്ന ഒരു പ്യൂരിറ്റൻ കൺസെപ്റ്റ്, യൂറോപ്യൻ പ്യൂരിറ്റൻ കൺസെപ്റ്റ് ആണ്. സാറ് ചിലപ്പോൾ ആ യൂറോപ്യൻ പ്യൂരിറ്റൻ ക്രിസ്ത്യൻറ്റിയെ കുറിച്ച് മാത്രമേ അറിയാവുന്നതായിരിക്കും സാർ അങ്ങനെ പറയുന്നത്. ഇതൊന്നും ദൈവത്തെ ഓർത്ത് ഞങ്ങളുടേതല്ല, അത് ദേവനെ ഓർത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് ഉള്ളതാണ്. താങ്ക് യു. ഇങ്ങനെ പറയാവുന്നതല്ല, സ്വകാര്യമായി അദ്ദേഹത്തെ അറിയിച്ചോളാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണു തുറപ്പിക്കുന്ന സംഭവമായിരുന്നു ഈ സെമിനാർ. ഈ 5 വണ്ണം മണിഗ്രാമം എന്നൊക്കെയുള്ള വാക്കുകൾ ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വരാറുണ്ട്. ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കേണ്ടി വരാറുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇത് പാതിരാച്ചന്മാരുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഒരു 10-40 കൊല്ലം ഈ പണിയെടുത്ത് ഇതുവരെ ഇന്നേ തീയതി വരെ അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഇത് അദ്ദേഹത്തിനോട് സംസാരിക്കേണ്ടതായിരുന്നു. തീർച്ചയായും അറിവിന് അതിരുകളിൽ, അറിവ് എവിടുന്നാ വരുന്നത് നമുക്കറിയില്ല. എവിടുന്ന് വന്നാലും അറിവ് വിലപ്പെട്ട ഒരു സാധനമാണ്. അത് ഇന്നിടത്തുനിന്ന് വരിക, അതിന്റെ മൂലം നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അടുത്ത ഒരു പതിപ്പ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് ഉള്ള ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിക്കും. നമുക്ക് ഇതിന് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതല്ലാതെ ആരുടെയെങ്കിലും അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രശ്നമേ. ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, ഞങ്ങളുടെ വാക്കുകൾ മുസ്ലിങ്ങളല്ല, ആരുമല്ല, മനുഷ്യൻ എന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട കുറച്ച് കൂട്ടരാണ്. ഞങ്ങൾക്ക് ഇതിൽ എല്ലാവരും ഞങ്ങളുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരുമാണ്. ആ ഉറ്റവരും ഉടയവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ പലതും ഉണ്ട് എന്നുള്ളതിലേക്ക് കണ്ടു നോക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോ അതിന് നന്ദി പറയാൻ മാത്രമാണ് ഞാൻ നിന്നത്. കുര്യൻ തോമസിനോട് എനിക്ക് മറുപടി പറയാനുണ്ട്, പറയാൻ ചേർത്തതല്ല, അത് അശ്ലീലമായ മറുപടി ആയതുകൊണ്ടല്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന ഒരു കാര്യം ഇത് തനിക്ക് അറിയാമല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ അതുകൊണ്ട് ഈ ക്രൈസ്തവേതരം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുമായിട്ടൊരു ബന്ധമില്ലാത്തത് എന്നല്ല അർത്ഥം. ആ പദത്തിന്റെ നിഷ്പത്തി മുതൽക്ക് നോക്കിയാൽ അതിന് വളരെയധികം പഴക്കമുണ്ട്. ആ പഴക്കം വെച്ചുകൊണ്ട് ഉള്ള ഒരു വ്യാഖ്യാനം ഇതിന് സാധ്യമല്ല. ഈ പദം എല്ലാ മതക്കാരും ഒരുപോലെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് ജീവിത പരിസ്ഥിതിയാണ് അതിന്റെ അടിസ്ഥാനം, അതല്ലാതെ മതവിശ്വാസമല്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം അതിനങ്ങനെ
എനിക്കത് വന്നത് ഏതായാലും ഇത് വളരെ വില പിടിച്ച ഒരു സന്ദർഭമായി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഞാൻ കേശവനെ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞു, താൻ ഇവിടെ വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും വരും. ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ തൽക്കാലം നിങ്ങളോട് യാത്ര ചോദിക്കണം. സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാനികൾ, വളരെ ഔചാരികമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത്. ബഹുമാനപ്പെട്ട രാഘവ സാറ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഔദ്യോഗികമായി ഈ ചെപ്പയുടെ ദേവലോകത്തിരിക്കുന്ന ചെപ്പയുടെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഒരു പ്രാവശ്യം ഇത് കാണുന്നതിനായി ദേവലോകത്ത് അദ്ദേഹം വന്നെങ്കിലും അതിൻ്റെ ട്രിപ്ലിക്ക, അതിൻ്റെ ഫോട്ടോസ് മാത്രമാണ് കാണുവാൻ സാധിച്ചത്. ആ ഫോട്ടോ പരിശോധിച്ച് അതിൽ നിന്നാണ് ഈ ഇത്ര മഹത്തരമായ ബൃഹത്തായ ഈ ഗ്രന്ഥരചന, ഈ പഠനം നടത്തുവാൻ അദ്ദേഹത്തിനും ബഹുമാനപ്പെട്ട കേശവൻ സാറിനും സാധിച്ചു. അതേ തുടർന്ന് ഇത് കാണുന്നതിനായി ഇന്ന് രാവിലെ ദേവലോകത്ത് എത്തുകയും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ് ഈ ചെപ്പേടുകൾ ദേവലോകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചെപ്പേട് ബഹുമാനപ്പെട്ട രാഘവ സാറിനെ ശ്രീ കുര്യൻ തോമസിന്റെയും ശ്രീ വർഗീസ് ജോൺ തോട്ടപ്പുഴയും അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ബാബാതിരുമേനി അത് രാഘവ സാറെ കാണിക്കുകയുണ്ടായി. വളരെ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. മലങ്കര സഭയുടെ പൈതൃകമായി ലഭിച്ച ഈ സ്വത്തിനെ കുറിച്ച് കാണുവാനും ഇത്തരത്തിൽ ഒരു പുസ്തകം രചിക്കുവാനും ഇത് സംബന്ധിച്ച് ഇത് വളരെയേറെ കാലം സൂക്ഷിക്കപ്പെട്ട പഴയ സെമിനാരി നടന്ന ഈ സെമിനാറിൽ അദ്ദേഹം നേരിട്ടെത്തുകയും ചെയ്തു. അദ്ദേഹം നൽകിയ ഈ വലിയ സംഭാവനകളെ ഓർത്ത് പ്രത്യേകമായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിലും വളരെ വലിയ തോതിലുള്ള ഒരു സന്ദേശം നൽകുകയും ചെയ്തതിലുള്ള അദ്ദേഹത്തോടുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും പഴയ സെമിനാരിക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത വിശുദ്ധ ബാബ തിരുമേനി രാഘവ സാറുമായി രാവിലെ വളരെ ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുന്നംകുളം അരമനയിൽ സൂക്ഷിച്ചിരുന്ന ആത്താൻ പടിയോല അതും ദേവലോകത്ത് വെച്ച് രാഘവ സാറെ കാണിച്ചു. പരിശുദ്ധ ബാബാ തിരുമേനി ഇത് സംബന്ധിച്ചുള്ള എല്ലാ പഠനത്തിനും എല്ലാവിധ സഹായവും സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി. പരിശുദ്ധ ബാബാ തിരുമേനി വളരെ സന്തോഷത്തോടുകൂടി വളരെ തിരക്കുകൾക്കിടയിലാണെങ്കിലും ഇവിടെ വരികയും ഈ സമ്മേളനം, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ ബാബാ തിരുമനസിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ സെമിനാറിന്റെ മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ച ഡോക്ടർ സറിയ സക്രിയ സാർ സംസ്കൃത സർവകലാശാലയുടെ മലയാള വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു. ചങ്ങനാശ്ശേരി SP കോളേജിലെ ദീർഘകാലം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച ആളാണ്. ഉദയനൂർ സുഗോസിന്റെ കാനോനികൾ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പുസ്തകമാക്കിയ ആളാണ്. മലയാള സാഹിത്യ രംഗത്തും അതുപോലെ ക്രിസ്തീയ സാഹിത്യ രംഗത്തും ഒക്കെ തന്നെ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ സറിയ സക്രിയ സാറിനോടുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെയും പഴയ സെമിനാരിയുടെ നാമത്തിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ സെമിനാറിനെ സംബന്ധിച്ച മാർത്തോമ സഭ വലിയ മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സണ്ണി അച്ഛൻ ഇവിടെ വന്ന് സംബന്ധിക്കുകയും ഈ സെമിനാറിൽ സജീവമായി പങ്കെടുക്കുകയും നല്ല ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള സഭയുടെയും സെമിനാരിയുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള പ്രൊഫസർ സുജാസ് സെന്റ് ജോർജ് ഇവിടെ വരികയും ഈ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പ്രൊഫസർ സുജാസ് സെന്റ് ജോർജിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സഭാംഗം കൂടിയായ പോൾ മണലിൽ വളരെ ശ്രദ്ധേയമായ നിരവധി നിർദ്ദേശങ്ങൾ ഈ സെമിനാറിൽ വയ്ക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പോൾ മണലിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേക ഒരു അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഡയറക്ടർ
ഡോക്ടർ പി രവീന്ദ്രൻ സാറിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം കൂടിയാണ്. ഈ സെമിനാറിൽ നടക്കുന്ന ഈ സെമിനാറിൽ അദ്ദേഹം വരികയും ചെറിയ ഒരു സന്ദേശം നൽകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട രവീന്ദ്രൻ സാറിനോടുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ എല്ലാ സഹായവും ഇവിടെ വന്ന് സംസാരിച്ച അവസരത്തിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഇത് ഈ സഭയുടെ പൈതൃകത്തിന്റെ അടിസ്ഥാന ശിലയായി കണ്ടുകൊണ്ട് ഇവിടെ പഴയ സെമിനാറിൽ ഇത് സംഘടിപ്പിക്കുന്നതിനുള്ള അവസരം ഞങ്ങൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഭാരവാഹികൾ സെക്രട്ടറി ശ്രീ അജിത്തുമായി ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛനോട് സംസാരിക്കുകയുണ്ടായി. അച്ഛൻ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുകയും ഇത് സെമിനാരിയുടെ ഈ ഹോളിൽ വെച്ച് നടത്താം എന്നുള്ള അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ സെമിനാറിൽ വളരെ ശ്രദ്ധേയമായ പ്രസംഗം നടത്തുകയും ചെയ്ത പഴയ സെമിനാരിയുടെ പ്രിൻസിപ്പൽ കൂടിയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛനോട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീ അജിത്ത്, അതുപോലെ തന്നെ ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വിവിധ നിലകളിൽ അതിന്റെ പബ്ലിഷിംഗ് രംഗത്തും മറ്റ് അക്കാദമിക് രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാ സാന്നിധ്യം ഈ പഴയ സെമിനാരിക്കും ഈ വേദിക്കും ഈ മണ്ണിനും കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. ഇവരുടെ എല്ലാ സാന്നിധ്യത്തിന് ശ്രീ അജിത്തിനോടും ഇവിടെ പങ്കുചേർന്ന ഇതിന്റെ സംഘാടകരായി എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഇവിടെ പഴയ സെമിനാരി അധ്യാപകര്, വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ എല്ലാവരും ഇതുമായി സഹകരിച്ചവരും സഹായിച്ചവരും ഇതിൽ സാന്നിധ്യം കൊണ്ട് ഈ സെമിനാർ ശ്രദ്ധേയമാക്കി ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഡോക്ടർ കുര്യൻ തോമസ് അടക്കമുള്ള എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.